എൻ്റെ പേര് അനന്തു. വീട്ടിൽ അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. എൻ്റെ ഗേൾ ഫ്രണ്ടാണ് ഗീതു. ഞങ്ങൾ ഒരേ കോളേജിലാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ പ്രായവും സെയിമാണ്. ഗീതു മെലിഞ്ഞിട്ടാണെങ്കിലും അത്ര കൂടുതൽ മെലിഞ്ഞിട്ടല്ല. കാണാൻ അടിപൊളിയാണ്. കോളേജിൽ വെച്ച് പലരും ഗീതുവിനെ വളക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും നറുക്ക് വീണത് എനിക്കാണ്. ഞങ്ങൾ പലതവണ കറങ്ങാൻ പോയിട്ടുണ്ട്. പക്ഷേ വേറൊന്നുമില്ലാട്ടോ. ഞങ്ങൾ തമ്മിൽ നല്ല ആത്മാർത്ഥമായ പ്രണയമാണ്. പക്ഷേ അവളുടെ ഫാമിലി കുറച്ച് സമ്പത്തൊക്കെ ഉള്ളത് കൊണ്ട് പാവപ്പെട്ടവരായ ഞങ്ങളെ അവളുടെ അച്ഛനും അമ്മയും സ്വീകരിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. അവളും അത് എന്നോട് പലതവണ പറഞ്ഞതായിരുന്നു. അങ്ങനെ ഞാൻ രാത്രി ഗീതുവിൻ്റെ വാട്സപ്പ് മെസ്സേജ് നോക്കി. എടാ, ബാലൻസ് ഇല്ല, ഒന്നിങ്ങോട്ട് വിളിക്കാമോ? പിന്നെ അച്ഛൻ എനിക്ക് വേറെ കല്യാണാലോചനകളൊക്കെ നോക്കുന്നുണ്ട്. ഇന്നലെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് എന്നെ അയാളുടെ മോന് വേണ്ടി ആലോചിച്ചു. ഇതൊക്കെയായിരുന്നു അവളുടെ മെസ്സേജ്. ഞാൻ അവൾക്ക് തിരിച്ച് റിപ്ലൈ അയച്ചു. നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാം. അതായിരുന്നു എൻ്റെ മെസ്സേജ്. എന്നിട്ട് ഞാൻ ഹെഡ്സെറ്റും ചെവിയിൽ വെച്ച് സോങ്സ് കേട്ടു. ഓരോ പ്രണയഗാനങ്ങൾ. പിന്നെ മനസ്സിൽ ഓരോ സങ്കല്പങ്ങൾ മെനഞ്ഞു. ഞാൻ വലിയ പണക്കാരനാവുന്നതും ഗീതുവിൻ്റെ വീട്ടിൽ കാറിൽ ചെന്നിറങ്ങി അവളുടെ അച്ഛനോട് പെണ്ണ് ചോദിക്കുന്നതും എന്നെ കണ്ടയുടൻ അച്ഛൻ കല്യാണത്തിന് സമ്മതിക്കുന്നതും ഇതൊക്കെയായിരുന്നു എൻ്റെ സങ്കല്പങ്ങൾ. പെട്ടെന്നാണ് എൻ്റെ ഫോൺ ബെല്ലടിച്ചത്. ഞാൻ എടുത്തു നോക്കി. ഗീതു ആണ്. ഞാൻ ഫോൺ എടുത്തു. അവൾ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു, ഡാ മണ്ട, നിന്നോടല്ലേ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞത്? നിനക്ക് അറ്റ്ലീസ്റ്റ് റീചാർജെങ്കിലും ചെയ്ത് തന്നൂടെ? ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് എനിക്ക് റീചാർജ് ചെയ്ത് തന്നത്. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എടി, എൻ്റെ കയ്യിൽ കാശില്ല, അതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ ചെയ്തേനെ. അത് കേട്ടപ്പോൾ അവൾ പറഞ്ഞു, ഷോ, ഇങ്ങനെ ഒരു ദരിദ്രവാസി. ഡി, നിനക്ക് എൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടുമായി റീചാർജ് ചെയ്താൽ പോരെ? അപ്പോൾ അവൾ പറഞ്ഞു, ഡാ, OTP വരുന്നത് അച്ഛൻ്റെ ഫോണിലാണ്. ഇപ്പോൾ അച്ഛൻ OTP ഒന്നും പറഞ്ഞു തരുന്നില്ല. കാരണം നിനക്കറിയാലോ, നമ്മൾ അന്ന് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ എന്നെ നിൻ്റെ ബൈക്കിൽ എൻ്റെ അച്ഛൻ കണ്ട കാര്യം ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നില്ലേ? അന്ന് മുതൽ ഇപ്പോൾ അച്ഛന് എന്നോട് വല്ലാത്ത സംശയവും ഇച്ചിരി ദേഷ്യവുമാണ്. ആണോടി? ശരി ശരി. ഇതാ, വേഗം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനി നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ ഒന്നും നടക്കില്ല കേട്ടോ. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ എന്തെങ്കിലും ചെയ്യാലോ. പക്ഷേ എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോൾ തന്നെ നീ എന്നെ തള്ളി മാറ്റാറല്ലേ പതിവ്. പിന്നെ എങ്ങനെ ചെയ്യാനാ? ഒന്ന് പോടാ, അവൻ്റെ ഒരു തമാശ. നീ സീരിയസ് ആവും കേട്ടോ. എടി, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ പറഞ്ഞ കാര്യമൊക്കെ നീ ആലോചിച്ച് നോക്ക് കേട്ടോ എന്നും പറഞ്ഞ് അവൾ ഫോൺ വെച്ചു. അങ്ങനെ പിറ്റേന്ന് ഞാൻ ബൈക്കുമെടുത്ത് നേരത്തെ തന്നെ കോളേജിൽ പോയി. അപ്പോൾ പതിവ് പോലെ അവൾ കോളേജിന് പുറത്തുള്ള മരച്ചുവട്ടിൽ ഇരിക്കുന്നത് കണ്ടു. ഞങ്ങളുടെ കോളേജ് എന്ന് പറയുന്നത് ഒരു പാർക്ക് പോലെയാണ്. നല്ല വൃത്തിയും പച്ചപ്പും കുറേ മരങ്ങളും പൂന്തോട്ടങ്ങളുമൊക്കെയുള്ള ഒരു അടിപൊളി കോളേജ്. അങ്ങനെ ഞാൻ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് അവളുടെ അടുത്തേക്ക് പോയിരുന്നു. ഗുഡ് മോർണിംഗ് ഗീതോട്ടി, ഞാൻ പറഞ്ഞു. ഡാ, എൻ്റെ വീട്ടിൽ ആകെ പ്രശ്നമാണ്. നിൻ്റെ തമാശയും കളിയുമൊക്കെ നിർത്തണം കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയും എന്നെ കല്യാണം കഴിപ്പിച്ച് വിടാനുള്ള പുറപ്പാടാണ്. നിൻ്റെ കൂടെ എന്നെ അന്ന് ബൈക്കിൽ കണ്ടതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് നല്ല സംശയമുണ്ട്. മാത്രമല്ല, ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എൻ്റെ അച്ഛനോട്. ആരാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അവർ നല്ല ഉറച്ച തീരുമാനത്തിലാണ് കേട്ടോ. ഇനിയും പിടിച്ചു നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഒരു പണക്കാരൻ കോന്തനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ച് വിടാനാണ് അച്ഛൻ്റെയും അമ്മയുടെയും തീരുമാനം. അയാൾക്ക് ദുബായിലാണ് ജോലി. വലിയ ബിസിനസ്മാനാണ് പോലും. എന്നെ അച്ഛൻ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഡാ, എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നീ എന്നെ വിട്ട് പോകുമോടാ? പിന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ... അത്രയും പറഞ്ഞ് അവൾ നിർത്തി. ഞാൻ പറഞ്ഞു, ഡി, നീ ഇങ്ങനെ വിഷമിക്കാതെ.
ഞാനൊന്ന് ആലോചിക്കട്ടെ. അത് കേട്ടപ്പോൾ അവൾ പറഞ്ഞു, നീ ഇങ്ങനെ ആലോചിച്ചിരുന്നോ? അപ്പോഴേക്കും വീട്ടുകാർ എന്നെ ആ കോന്തനെ കൊണ്ട് കെട്ടിക്കും. പിന്നെ നീ നിരാശകാമുകനായി നടക്കേണ്ടി വരും. അതും പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ മുഖം താഴ്ത്തിയിരുന്നു. ഞാൻ പറഞ്ഞു, എടി നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് നിനക്കറിയാലോ. നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സും ഒരുപാട് വേദനിക്കുന്നുണ്ട് കേട്ടോ. നിന്നെ ഞാൻ തന്നെ കല്യാണം കഴിക്കും, ഉറപ്പാ. അതൊക്കെ പോട്ടെ, ഞാൻ വന്ന് വിളിച്ചാൽ നീ വീട്ടിൽ നിന്നും ഇറങ്ങി വരുമോ? ആ വരും. നീ വന്ന് വിളിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും വരും. നമ്മൾ സ്വപ്നം കണ്ടതുപോലെ നമുക്ക് സന്തോഷമായി ജീവിക്കണം, അവൾ പതിയെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ അവളുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു, അതെ. എന്നിട്ട് നമുക്ക് 3 കുട്ടികൾ വേണം, 2 ആൺകുട്ടിയും 1 പെൺകുട്ടിയും. അത് കേട്ടപ്പോൾ അവൾ പറഞ്ഞു, ഹോ, അത്രയൊന്നും വേണ്ട, 1 മതി. 1? അത് കുറേ കുറഞ്ഞു പോയില്ലേ? ചുരുങ്ങിയത് ഒരു 3-4 എണ്ണമെങ്കിലും വേണം. അതും പറഞ്ഞ് ഞാൻ ചിരിച്ചു. ഓ പിന്നെ ഇങ്ങനെ വാ, 3-4 എണ്ണത്തിനെ ഉണ്ടാക്കാൻ ഞാൻ നല്ല ചവിട്ട് വെച്ച് തരും, അല്ല പിന്നെ. അതും പറഞ്ഞ് അവൾ ചിരിച്ചുകൊണ്ട് എണീറ്റ് പോയി. അപ്പോൾ പറഞ്ഞു വന്നത്, അന്നാണ് ഞങ്ങൾ അവിടെ വെച്ച് ആ തീരുമാനമെടുത്തത്. ഒളിച്ചോടെ കല്യാണം കഴിച്ച് ജീവിക്കുക, ഇതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പിന്നെ എൻ്റെ മനസ്സ് മുഴുവൻ ഒളിച്ചോട്ടത്തെ പറ്റിയുള്ള ചിന്തകളായിരുന്നു. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്നും എനിക്ക് ഒരെത്തും പിടിയുമില്ലായിരുന്നു. അവളെ പരസ്യമായി വിളിച്ച് ഇറക്കിക്കൊണ്ട് വരണോ, അതോ രാത്രിയിൽ ആരും അറിയാതെ വിളിച്ചിറക്കി ഒളിച്ചോടണോ, അതോ വേറെന്തെങ്കിലും പരിപാടി നടത്തണോ? ഞാൻ ഇങ്ങനെ പലതും ചിന്തിച്ചു. അങ്ങനെ പിറ്റേന്ന് തന്നെ ഞാൻ ഗീതുവിനെ പ്രേമിക്കുന്നുണ്ടെന്നും അവളെ എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നുമൊക്കെ ഞാൻ എൻ്റെ അമ്മയോടും അച്ഛനോടും പറഞ്ഞു. അമ്മ ആദ്യമൊക്കെ എതിർത്തു. നീ ഇപ്പോൾ പഠിക്കുവല്ലേ, ഇപ്പോൾ തന്നെ ഈ പ്രേമം കല്യാണമെന്നൊക്കെ പറഞ്ഞാൽ അത് ഒട്ടും നല്ലതല്ല മോനെ. നീ കുറച്ച് പക്വതയോടെ ചിന്തിക്കും മോനെ, നമുക്ക് ഈ ബന്ധം വേണ്ടെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അവരൊക്കെ വലിയ പണക്കാരാട്ടോ, അവർ എന്തായാലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല, കാരണം നമ്മൾ പാവപ്പെട്ടവരല്ലേ. പിന്നെ അവളെ നീ പറയുന്ന പോലെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ട് വരിക, കല്യാണം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ പാടാണ്. നിനക്ക് ഈ പ്രേമം ഒഴിവാക്കിക്കൂടെ? അവളെ അവളുടെ വീട്ടുകാർ വേറെ ആരെക്കൊണ്ടെങ്കിലും കെട്ടിക്കട്ടെ, അവരെ പോലെ പണക്കാരെ കുറേ കിട്ടുമല്ലോ. അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി. ഞാനൊന്നും വേണ്ടിയില്ല. ഞാൻ ചിന്തിച്ചു, ഇല്ല, എനിക്കൊരിക്കലും അവളെ മറക്കാൻ പറ്റില്ല. അവളെപ്പോലെ സുന്ദരിയായ പെണ്ണ് വേറെ ഇനി കിട്ടില്ല. അവളുടെ ആ മുഖം, ആ സംസാരം, ആ ശബ്ദം, ആ ചിരി, ആ സ്വഭാവം ഒന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് തന്നെ അച്ഛനോട് പറഞ്ഞു, ഇല്ല അച്ഛാ, എനിക്ക് അവളെ മറക്കാൻ പറ്റില്ല. എനിക്ക് അവളെ കല്യാണം കഴിക്കണം, അത്രയ്ക്കിഷ്ടമാണ്. എന്ത് സംഭവിച്ചാലും എനിക്കത് പ്രശ്നമല്ല. അവളെ ഞാൻ തന്നെ കല്യാണം കഴിക്കും. അച്ഛന് എന്നെ സഹായിക്കാൻ പറ്റുമോ? അത് കേട്ടപ്പോൾ അച്ഛൻ്റെ ഒരു ചോദ്യം, നിന്റെ തീരുമാനം ഉറച്ചതാണ്? അതെ അച്ഛാ. എന്നാൽ പിന്നെ നിന്റെ തീരുമാനം പോലെ നടക്കട്ടെ, അച്ഛൻ പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് തന്നെ ഞാനും അച്ഛനും കുറച്ച് നാട്ടുകാരും ചേർന്ന് ഗീതുവിൻ്റെ വീട്ടിലോട്ട് പോയി. ഗീതുവിൻ്റെ വീട്ടിൽ അവളും അമ്മയും അച്ഛനും പിന്നെ ഒരു അനിയനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളെ വിളിച്ചിറക്കാൻ ചെന്നപ്പോൾ അവളുടെ അച്ഛൻ പ്രശ്നമുണ്ടാക്കിയെങ്കിലും ഗീതു ഒരു ബുദ്ധിമുട്ടലുമില്ലാതെ പെട്ടിയും സാധനങ്ങളുമൊക്കെയായി ഇറങ്ങി വന്നു. ആദ്യമേ അവൾ പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ രാജകുമാരിയെ സ്വന്തമാക്കിയ രാജകുമാരനെ പോലെ ഞാൻ നെഞ്ചു വിരിച്ച് അവളുടെ കൈയും പിടിച്ച് അവളുടെ വീടിൻ്റെ ഗേറ്റ് കടന്നു. പിന്നാലെ അച്ഛനും അമ്മയുമൊക്കെ വന്നു. പക്ഷേ അവർക്കൊന്നും ഞങ്ങളെ തടയാൻ കഴിഞ്ഞില്ല. പിന്നെ രജിസ്റ്റർ മാരേജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി റെഡിയാക്കി വെച്ചിരുന്നതിനാൽ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നു. എങ്കിലും അവളുടെ അച്ഛൻ ചുമ്മാതിരുന്നില്ല. അങ്ങനെ കുറേ നൂലാമാലകൾക്കൊടുവിൽ അവസാനം ഗീതു എൻ്റെ സ്വന്തമായി. അവളെ കല്യാണം കഴിച്ച് എൻ്റെ വീട്ടിൽ തന്നെ താമസിപ്പിച്ചു.
ഞങ്ങൾ രണ്ടുപേരും ജീവിതം അടിച്ചു പൊളിച്ചു. അങ്ങനെ 1 മാസം വരെ ഞങ്ങൾ നല്ല സന്തോഷത്തോടെ ജീവിച്ചു. പിന്നീട് എന്താണെന്നറിയില്ല, ഞങ്ങൾക്ക് വല്ലാതെ ബോറടിക്കാൻ തുടങ്ങി. തൊട്ടതിനും പിടിച്ചതുമൊക്കെ ഞങ്ങൾ വഴക്കിട്ടു, കാരണങ്ങളില്ലാതെ. അതുമാത്രമല്ല, എനിക്ക് പഠിത്തം നിർത്തേണ്ടി വന്നു. ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. അവളുടെ കൂടെയുള്ള ഓരോ പരാതികളും വഴക്ക് പറച്ചിലുമായി ജീവിതം അങ്ങനെ മുന്നോട്ട് പോയി.